ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 43ാമത് മഹാടവ കൺവെൻഷന്റെ 7ാം ദിനത്തിലെ ഈ ആതിഥ്യ യോഗത്തിലേക്ക് ഏറെ പ്രാർത്ഥനാപൂർവം പങ്കുചേരുന്ന ഏവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഈ ദിനങ്ങളിലൊക്കെയും നേതൃത്വം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററും ഈസ്റ്റ് കേരള മഹാടവകയുടെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിവന്ധ്യ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനിയെ ഏറെ സ്നേഹത്തോടും ആദരവോടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈസ്റ്റ് കേരള മഹാടവക വുമൻസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായി മഹാടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറെ ശക്തമായ നേതൃത്വം നൽകുന്ന സ്നേഹമുള്ള ഡാർലി ഫ്രാൻസിസ് കൊച്ചുമേയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ തുടർന്നുള്ള 2 യോഗങ്ങളിലും ഏറെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലൂടെ ഈസ്റ്റ് കേരള മഹാടവകയുടെ ഈ വർഷത്തെ കൺവെൻഷനെ അനുഗ്രഹിക്കുവാൻ മഹാടവകയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പമായിരിക്കുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ PP തോമസ് അച്ഛനാണ്. മലങ്കര മാർത്തോമ സിറിയൻ സഭയിലെ ഒരു സീനിയർ പട്ടക്കാരൻ എന്നുള്ള നിലയിൽ, പൊതുവേദ ശാസ്ത്ര പണ്ഡിതൻ എന്നുള്ള തലത്തിൽ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ പ്രാസംഗികൻ എന്നുള്ള നിലയിൽ കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തുമായി അനേകം വേദികളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അച്ഛനിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു. പഴയ നിയമം ഒരു യാത്രാ വിവരണം എന്ന പുസ്തകം അച്ഛനാൽ എഴുതപ്പെട്ട കേരളത്തിലേറെ പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥികളൊക്കെ പഠനത്തിന് വിധേയമാക്കുന്ന ഒരു പുസ്തകമാണ്. കാഴ്ചതെല്ലാം കാട്ട് മുന്തിരിങ്ങ എന്ന അച്ഛന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ശ്രവിച്ചതായ ഒരു ദൂതാണ്. തനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും അവസരങ്ങളും ആധുനിക മീഡിയ സംവിധാനത്തിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിനായി ബഹുമാന്യനായ അച്ഛൻ ഈ നാളുകളിൽ ഉപയോഗിക്കുന്നു. അച്ഛനെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചു വരുന്നു. 43ാമത് മഹാടവ കൺവെൻഷനിൽ അച്ഛനെ ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഏറെ സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും റവറൻഡ് ഡോക്ടർ PP തോമസ് അച്ഛനെ ഈസ്റ്റ് കേരള മഹാടവകയുടെ 43ാമത്തെ കൺവെൻഷനിലേക്ക് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് സൺഡേ സ്കൂൾ അധ്യാപകനും എഡ്യൂക്കേഷൻ ബോർഡിന്റെ സെക്രട്ടറിയുമായിരിക്കുന്ന ലിൻസൺ ഡാനിയൽ സാർ അച്ഛനെ ഷാളണിയിച്ച് സ്വാഗതം ചെയ്യുന്നതാണ്. അച്ഛനോട് ഒപ്പം അച്ഛന്റെ സഹധർമ്മിണി സ്നേഹമുള്ള ബിനു കൊച്ചമ്മയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. സ്നേഹമുള്ള കൊച്ചമ്മയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്ദനായ
ഫ്രാൻസിസ് തിരുമേനി, ബഹുമാനപ്പെട്ട കൊച്ചമ്മ, വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, ഗായക സംഘാംഗങ്ങളെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാനായി സ്വർഗത്തിലെ ദൈവം ബലഹീനനായി എനിക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച അഭിമന്യ തിരുമേനിയോടും ബിജോയ് അച്ഛനോടും ഇതിൻ്റെ സംഘാടകരോടും എനിക്കുള്ള നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് 3 സെഷനുകളിലായി ദൈവസന്നിധിയിൽ കുടുംബമായി മുട്ടുകുത്തുക എന്ന നിങ്ങളുടെ വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം ധ്യാനിക്കുവാനായി നമ്മെ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ 3 സെഷനുകളിൽ ദൈവവചനം ഘോഷിക്കുവാനാശ പ്രാപ്തി ബലഹീനനായി എനിക്ക് തരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിശ്ചയിച്ചിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി വേദപുസ്തകത്തിലെ ചില കുടുംബങ്ങളെ കുറിച്ചാണ് ഈ 3 യോഗങ്ങളിലും ധ്യാനിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ കുറെ ചെറുപ്പക്കാരും കുട്ടികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അബ്രഹാമിന്റെയും സാറായിയുടെയും വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ കുടുംബത്തെക്കുറിച്ചാണ്. ആ കുടുംബത്തെക്കുറിച്ച് 2 ഭാഗങ്ങളായി തിരിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. അബ്രഹാമും സാറായിയും 25 ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ അവർക്ക് നൽകിയ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ വിവാഹ ആലോചനയിൽ തുടങ്ങുകയാണ് 1-ാം ഭാഗം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അതിനിർണായകമായ തീരുമാനങ്ങളിൽ അതിപ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹകരമായി കെട്ടുപണി ചെയ്യുന്നതിനും അതുപോലെ തന്നെ തകർത്ത് കളയുന്നതിനും പര്യാപ്തമായ ഒരു തീരുമാനമാണത്. അതുകൊണ്ട് തന്നെ എല്ലാ പാരമ്പര്യ സമൂഹങ്ങളിലും വളരെ വിശദമായ പര്യാലോചനകൾക്ക് ശേഷമാണ് പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്തിരുന്നത്. ഈ അടുത്ത കാലം വരെ ഒരാളിന്റെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് കുടുംബത്തിലെ മുതിർന്നവരാണ്, പ്രത്യേകിച്ചും മാതാപിതാക്കൾ. എന്നാൽ കാലം പുരോഗമിച്ചതുകൂടെ, ഞാൻ ആ പുരോഗമനം എന്ന വാക്ക് ഇൻവെർട്ടർ കോമയിലാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കാലം പുരോഗമിച്ചതോടെ അതിന് കാര്യമായ മാറ്റം വന്നു തുടങ്ങി. വിവാഹങ്ങൾ പലതും ഇൻസ്റ്റന്റ് വിവാഹങ്ങളായി. അവയിൽ പലതിൻ്റെയും ആലോചനയിൽ മാതാപിതാക്കൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതെയായി. മുൻ തലമുറയേക്കാൾ തങ്ങൾക്ക് അറിവുണ്ട് എന്നതാണ് പുതുതലമുറയുടെ പ്രധാനമായ ഒരു ചിന്താഗതി. അത് ശരിയാണ് താനും ഒരു പരിധിവരെ. എന്നാൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോടും കുഞ്ഞുങ്ങളോടും ആ ചിന്തയോട് ചേർന്ന് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിവിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് അനുഭവം എന്ന യാഥാർത്ഥ്യം ഈ നാളുകളിൽ നമ്മൾ മറന്നുകൂടാ. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, തലമുറ എന്നാണ് കവിതയുടെ പേര്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളൊക്കെ നുറുങ്ങ് കവിതകളാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ തലമുറ എന്ന വാക്കിനെ ഒരു കവിതയായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? പഴയ തലമുറയ്ക്ക് തല ഇല്ലായിരുന്നു, പുതിയ തലമുറയ്ക്ക് മുറ ഇല്ല. തലമുറ. പഴയ തലമുറയ്ക്ക് തലയില്ലായിരുന്നു, പുതിയ തലമുറയ്ക്ക് മുറയില്ല എന്നാണ് ആ കവിത.
അതിന്റെ അർത്ഥം പഴയ തലമുറയ്ക്ക് ബുദ്ധി കുറവായിരുന്നു. ശരിയാണ്, ആധുനിക തലമുറ പറയുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ പുതിയ തലമുറയ്ക്ക് യാതൊരു മുറയുമില്ല, ഓർഡറുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആധുനിക തലമുറയോട് 40 വർഷം ക്രിസ്തീയ സുവിശേഷ രംഗത്ത് പ്രവർത്തിച്ച ഒരു വൈദികൻ എന്ന നിലയിൽ ആധുനിക തലമുറയോട് ഈ പ്രഭാതത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം, കുഞ്ഞുങ്ങളെ, മക്കളെ, അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അനുഭവം എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് മുൻ തലമുറ ചെയ്തതുപോലെ വളരെ കാര്യമായ പര്യാലോചനകൾക്ക് ശേഷം അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നമ്മുടെ പഴയ തലമുറയിലെ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് വിവാഹ ആലോചന തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം ശ്രദ്ധിച്ച കാര്യങ്ങൾ ഇന്ന് തലമുറ അല്ലെങ്കിൽ ആധുനിക ലോകം വളരെ കാര്യമായി ആലോചിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. ആദ്യമായി അദ്ദേഹം ശ്രദ്ധിച്ചത് ദൈവഭക്തയായ ഒരു ഭാര്യയുടെ സഹകരണത്തോടെ അല്ലാതെ ഒരുവന് ജീവിത വിജയം ഉണ്ടാവില്ല എന്ന പരമമായ സത്യമാണ്. അതുകൊണ്ട് തന്റെ മകന് വിവാഹ ആലോചനയുമായി അയക്കുന്ന വീട്ടിലെ മൂപ്പനോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 2 കാര്യങ്ങൾ പ്രത്യേകമായി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബ്രഹാം തന്റെ മകന് വിവാഹാലോചന നടത്തുമ്പോൾ വിവാഹ ആലോചനയ്ക്കായി അയക്കുന്ന ആളിനോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ദൈവബോധത്തെക്കുറിച്ചാണ്, രണ്ടാമത്തേത് സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചാണ്. ദൈവബോധത്തിന്റെ കാര്യത്തിൽ ഒരു കുടുംബത്തിനുള്ളിലെ ഒരുമ അനുഗ്രഹകരമായ കുടുംബജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു കുടുംബത്തിനുള്ളിൽ പല ദൈവബോധങ്ങളും പല വിശ്വാസബോധ്യങ്ങളും ഒട്ടും ആശാസ്യമായ ഒന്നല്ല. അങ്ങനെ ഉണ്ടായിരുന്ന കുടുംബങ്ങളുടെ അനുഭവങ്ങൾ വിശുദ്ധ വേദോസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശലോമോന്റെ കുടുംബം, ആഹാബിന്റെ കുടുംബം, ഇതൊക്കെ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ആധുനിക കാലത്തും പല കുടുംബങ്ങളിലും അതിന്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നത് നാം ഓർക്കണം. പിന്നീട് അബ്രഹാം എലിയാസറിനോട് പറയുകയാണ്, ഞാൻ വിട്ടുപോകുന്ന ദേശത്തേക്ക് എന്റെ മകനെ മടക്കിക്കൊണ്ടു പോകരുത്. ദൈവബോധം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിന് സാംസ്കാരിക പൈതൃകം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഒരു സാംസ്കാരിക അടിത്തറ ബലവത്തായിരിക്കേണ്ടത് കുടുംബം അനുഗ്രഹകരമായി മുന്നേറുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അവരവരുടെ സാംസ്കാരിക തനിമ നഷ്ടപ്പെടാതിരിക്കാൻ പഴയ കാലത്ത് ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായി മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള വിവാഹ ബന്ധങ്ങൾ പോലും അവര് വിലക്കിയിരുന്നു. എന്നാൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ചിന്താഗതിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഴഞ്ചൻ ചിന്തകളാണെന്നും കാലം മാറുന്തോറും കോലം മാറണം എന്നും പറഞ്ഞ് ആധുനിക കാലത്ത് നാം കാട്ടിക്കൂട്ടുന്ന വിവാഹബന്ധങ്ങൾ, ഞാൻ ആ പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ ചേർത്ത് പറയും. ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്: ഈ കാലം മാറുന്നതനുസരിച്ച് കോലം മാറി കോലം കെട്ടുപോയ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് പാർക്കുന്നത്.
ഈ വിവാഹാലോചനയ്ക്ക് പോകുന്ന എലിയാസാറിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു വിജാതീയനായിരുന്ന മനുഷ്യൻ, അബ്രഹാം പിതാവിന്റെ ഭവനത്തിലെ കാര്യസ്ഥനായി ജോലി ചെയ്യുന്ന മനുഷ്യൻ, അദ്ദേഹം തന്റെ യജമാനന്റെ മകന് വിവാഹ ആലോചനയുമായി പോകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. ഒരു വിജാതീയനാണ് എന്നോർക്കണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ 2 കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ് അത് എന്ന് ഓർക്കുക. എന്റെ ബലമായ വിശ്വാസം ആധുനിക കാലത്ത് ദൈവമാണ് കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് എന്ന ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെടുകയും ആ സ്ഥാനം ഭൗതിക സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന ഏറ്റവും ഗുരുതരമായ ഒരു അപകടത്തിലേക്കാണ് ആധുനിക സമൂഹം വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വൈദികരുടെ കൂട്ടമെല്ലാം എന്നോട് യോജിക്കും എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരു കാലത്ത് വിവാഹം പോലെയുള്ള അനുഗ്രഹീതമായ ഒരു കൂദാശ പ്രാർത്ഥനാപൂർവം നമ്മൾ ചെയ്തിരുന്ന കാലത്ത് ഇന്ന് വൈദികനോ തിരുമേനിക്കോ മറ്റു പ്രായമായ ആളുകൾക്കോ ഒന്നും പ്രാർത്ഥനയ്ക്ക് പോലും അവസരമില്ലാതെ ഭൗതികതയിൽ മുങ്ങി ഇവന്റ് മാനേജ്മെന്റുകൾ എന്ന പേരിൽ വിവാഹ കൂദാശകൾ പോലും തട്ടിക്കൂട്ടുന്ന ആധുനിക കാലത്ത് എലിയാസാർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വെല്ലുവിളിയായി നമ്മുടെ വേദപുസ്തകത്തിൽ നിൽക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച കുടുംബ സംവിധാനങ്ങളെ കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബ ജീവിതങ്ങളെ കുറിച്ചൊക്കെ ഇത്തരണത്തിൽ ഓർക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്റെ യജമാനന്റെ മകന് ലഭിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഞാൻ അല്പം വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്ക് കൂടെ ഞാൻ വെള്ളം കോരി തരാമെന്ന് പറയുന്ന മനസ്സുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് എലിയാസാർ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അർത്ഥം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവളും അവതാര്യ മനസ്കയുമായിരിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് തന്റെ യജമാനന്റെ മകനെ പെൺകുട്ടിയെ അന്വേഷിക്കുന്നത്. അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഇതിനൊക്കെ അപ്പുറമാണ്. ആധുനിക കാലത്തെ വിവാഹ ആലോചനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഭാവിയിൽ ലഭിക്കാവുന്ന ഭൗതിക നന്മകളുടെ കണക്കൂട്ടലുകളാണ് ഇന്നത്തെ വിവാഹങ്ങൾ മുഴുവൻ. സാമ്പത്തിക ഭദ്രത, വിദ്യാഭ്യാസം, വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത തുടങ്ങിയവയ്ക്ക് മാത്രം പരിഗണന കൊടുക്കുകയും ബന്ധങ്ങൾക്കോ മര്യാദകൾക്കോ ആതിഥ്യ മര്യാദകൾക്കോ മറ്റുള്ളവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗുണഗണങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ നമ്മുടെ ആധുനിക സമൂഹം വളർന്നു വന്നതിന്റെ തിക്താനുഭവം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുതിർന്ന തലമുറയെ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ കേരള സമൂഹം അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? വൃദ്ധസദനങ്ങൾ അനവധിയായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനധികം പറയണം, രാജ്യത്തെ നീതിന്യായ കോടതി, സുപ്രീം കോടതി പോലും മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള മക്കളുടെ ബാധ്യതയെക്കുറിച്ച് നിയമങ്ങൾ നിർമ്മിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. തുടർന്നുള്ള വാക്യങ്ങൾ എലിയാസാറിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടിയാണ്. അദ്ദേഹം ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചോ അക്ഷരം പ്രതി ദൈവം നിറവേറ്റി കൊടുക്കുകയാണ്. തന്റെ പെൺകുട്ടിയെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്കോ തന്റെ പ്രതീക്ഷകളെ കവിയുന്ന ഉത്തരം ദൈവം നമ്പുരാൻ അവന് കൊടുക്കുകയാണ്. 15-ാമത്തെ വാക്യം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഈ പ്രഭാതത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്യം ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയെ കുറിച്ച് വേദപുസ്തകൻ എഴുതി വച്ചിരിക്കുകയാണ്, ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു.
ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാക്കുകൾക്ക് വളരെയധികം പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പഴയ നിയമ അധ്യാപകനാണ്, പഴയ നിയമ വിദ്യാർത്ഥിയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആധുനിക കാലത്തെ ചെറുപ്പക്കാരോട് മുഴുവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരൊറ്റ വാക്യമെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു വേണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കെട്ടുപണി ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം, ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്. എന്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നു? എന്റെ ചിന്തയിൽ റിബേക്കയെ കുറിച്ച് വേദപുസ്തക എഴുത്തുകാരൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ കൊച്ചുവാചകം ഒരു പെൺകുട്ടിക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. പ്രിയപ്പെട്ടവരെ, അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഈ കൊടുത്ത അംഗീകാരങ്ങളെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ രംഗത്ത്, അക്കാഡമിക് രംഗത്ത് ആ കുഞ്ഞുങ്ങൾ നേടിയെടുത്ത വലിയ സ്ഥാനങ്ങൾക്ക് സഭയായി അവർക്ക് കൊടുത്ത അംഗീകാരമാണ്. ആ അംഗീകാരത്തെ ഒക്കെ ഞാൻ വിലമതിക്കുന്നു. എന്നാൽ അതിനപ്പുറത്ത് എനിക്കിന്ന് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിനപ്പുറത്ത് ഈ ഭൂമിയിലെ ഒരു അംഗീകാരത്തിനും വിലയില്ല എന്ന കാര്യം മറക്കരുത്. ഇതാ വേദപുസ്തകത്തിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് വേദപുസ്തക എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്. അവൾ അതിസുന്ദരിയായിരുന്നു എന്ന് പറയുന്നു. രണ്ടാമത്, അവൾ പുരുഷൻ തൊടാത്ത കന്യകയാണ് എന്ന് വേദപുസ്തകം നമ്മോട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതെന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഞാൻ ആദ്യം പറയാം. അതായത്, പൊരി വെയിലത്ത് മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. രാവിലെ മുതൽ മരുഭൂമിയിൽ ചൊട്ടുപൊള്ളുന്ന വെയിലിൽ ആടിനെ മേയിച്ച് നടന്ന ഒരു പെൺകുട്ടി വൈകുന്നേരം വരുമ്പോൾ അവളെക്കുറിച്ച് വേദപുസ്തകം പറയുകയാണ്. ആ ഇടയ കന്യകയെ കുറിച്ച് വേദപുസ്തക എഴുത്തുകാരൻ പറയുന്നു, വെച്ചുകെട്ടുകളില്ലാത്ത സൗന്ദര്യമുള്ള ഗ്രാമീണ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ആ പെൺകുട്ടി എന്നാണ്. അവൾ അതിസുന്ദരി ആയിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കും ചോദിച്ചാൽ, അവൾ യാതൊരു ഏച്ചുകെട്ടലുകളുമില്ലാതെ, യാതൊരു വെച്ചുകെട്ടലുകളുമില്ലാതെ ഒരു പകൽ മുഴുവൻ ജോലി ചെയ്ത് വരുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനിക തലമുറയുടെ സൗന്ദര്യബോധത്തെ വെല്ലുവിളിക്കുന്ന വാചകങ്ങളാണ് ഇത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. അല്പം കൂടെ കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് പറയാം. രണ്ടാമത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ആ പെൺകുട്ടിയുടെ സ്വഭാവ ശ്രേഷ്ഠതയാണ്. പുരുഷൻ തൊടാത്ത കന്യക എന്ന പ്രയോഗം ഒരുപാട് മാനങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആരാലും കവരപ്പെടാത്ത അവളുടെ മാനമാണ് എന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ടെലിവിഷനിൽ നോക്കിയാൽ, വാർത്താ മാധ്യമങ്ങൾ നോക്കിയാൽ, പത്രമാധ്യമങ്ങൾ നോക്കിയാൽ, സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ, യാതൊരു ലജ്ജയുമില്ലാതെ ടിവിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും വന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ മ്ലേച്ഛതകളെ കുറിച്ച് വിളിച്ചുകൂവുന്ന ഒരു സമൂഹത്തിൽ ഈ പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം തമ്പുരാൻ നിനക്ക് മാനമെന്ന ഒരു സർട്ടിഫിക്കറ്റും മാന്യതയും ഇല്ലാതെ, യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് മ്ലേച്ഛത വിളമ്പുന്ന യുവലോകത്തോട് ഈ രാവിലെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവം തമ്പുരാൻ നിനക്ക് നൽകുന്ന മാന്യത എന്ന് പറയുന്നത് ഇതാണ്. നീ പുരുഷൻ തൊടാത്ത കന്യകയാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു പെൺകുട്ടിക്ക് ഈ ഭൂമിയിൽ ഒരു അവാർഡും ഒരു മെമന്റോയും കിട്ടാനില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. പണമുണ്ടാക്കാനും, എങ്ങനെയും പണമുണ്ടാക്കാനും തന്റെ മാനത്തിന് പോലും വിലയില്ലാതെ മ്ലേച്ഛത വിളിച്ചുകൂടുന്ന ആധുനിക ലോകത്ത് ഈ പ്രഭാതത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിനക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയതിനപ്പുറത്ത് ദൈവം തമ്പുരാൻ തരുന്ന മാന്യതയുടെ സർട്ടിഫിക്കറ്റിന് അവകാശിയാകണമെന്ന് ഈ കൺവെൻഷൻ ഈ പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നു? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏച്ചുകെട്ടുകളില്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയായ പെൺകുട്ടി, സ്വഭാവ ശ്രേഷ്ഠതയുടെ മെമന്റോ വാങ്ങിച്ച പെൺകുട്ടി, അവൾ പുരുഷൻ തൊടാത്ത കന്യകയായിരുന്നു. എന്തുകൊണ്ട് എന്നെ ദുഃഖിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആധുനിക സമൂഹം സൗന്ദര്യം എന്ന വാക്കിനെ ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്തു എന്നതാണ്. സൗന്ദര്യം എന്നാൽ മനുഷ്യൻ പുറമേ കാണുന്ന, നാം ഉണ്ടാക്കി വെക്കുന്ന എന്തോ കാര്യമാണ് എന്ന ഒരു ധാരണ ആധുനിക കാലത്ത് മനുഷ്യരെ വല്ലാതെ
കീഴടക്കി കഴിഞ്ഞ ഒരു കാലമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ചയിൽ ശ്രദ്ധ നേടാൻ വേണ്ടി കോപ്രായങ്ങൾ കാണിക്കുന്ന ഒരു ലോകമാണ്. സൗന്ദര്യം എന്ന പേരിൽ മ്ലേച്ഛമായ വേഷങ്ങൾ ധരിച്ച് മനുഷ്യന്റെ മുമ്പിൽ വന്ന് അവരുടെ ശ്രദ്ധ നേടുന്ന ആധുനിക ലോകത്തോട് ഞാൻ പറഞ്ഞ വാചകം മറക്കരുത്. മരുഭൂമിയിൽ ഒരു പകല് മുഴുവൻ ചൂടേറ്റ് വെയിലേറ്റ് ആടിനെ നോക്കി വന്ന ഒരു ഇടയ കന്യകയെ കുറിച്ച് വേദോത്സവം പറയുന്നു. അവളുടെ സൗന്ദര്യമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്ന് സൗന്ദര്യം എന്ന പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ത് ഭയങ്കരമാണ്. മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ കണ്ടാൽ തലകുനിക്കുന്ന വേഷങ്ങളുമായി വന്ന് അത് സൗന്ദര്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, നിന്റെ സൗന്ദര്യം നീ മനുഷ്യന് മുമ്പിൽ കാണിച്ചു വെക്കുന്ന കോപ്രായങ്ങളല്ല. ഇത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ നിന്ന് എത്രയോ വാക്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതുകൊണ്ട് എന്ത് പറ്റി, ഇന്ന് നമ്മുടെ രാജ്യത്ത് പടർന്നു പന്തലിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ബിസിനസ്സാണ്. സൗന്ദര്യവർദ്ധക സ്ഥാപനങ്ങളുടെ ബഹളമാണ്. ഒരു കാലത്ത് കണ്ടിട്ട് പോലും ഇല്ലാത്ത തരം ബ്യൂട്ടി പാർലറുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബ്യൂട്ടി ഉണ്ടാക്കാനായുള്ള പരക്കമ്പാച്ചിലാണ്. വേദപുസ്തകം നമ്മോട് പറയുന്നു, ശമൂവേൽ പ്രവാചകൻ പറയുന്നൊരു വാക്യമുണ്ട്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ ദൈവമോ അകമേ ഉള്ളത് നോക്കുന്ന ദൈവം നമ്പുരാനാണ്. ഇന്ന് ഈ പന്തലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, എനിക്ക് നിങ്ങളെ ശമൂവേൽ പ്രവാചകന്റെ വാചകം ഓർമ്മിപ്പിക്കാൻ വളരെ വളരെ ആഗ്രഹമുണ്ട്. കാരണം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നെങ്കിലും നിന്റെ അകമേ നോക്കുന്ന ഒരു ദൈവം നമ്പുരാന്റെ മുമ്പിലാണ് നീ ജീവിക്കുന്നതെന്ന് യാഥാർത്ഥ്യം മറക്കരുത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറയുന്നുണ്ട് ലോകത്തോട്, ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാണ്. സദൃശവാക്യങ്ങൾ 31 അധ്യായം 30 വാക്യം. പത്രോസ് ശ്ലീഹ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമാകുന്ന മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണമെന്ന്. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. 1 പത്രോസ് 3:4 വാക്യങ്ങൾ. രണ്ടാമത്തെ വിഷയം മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിൽ വന്ന ശോഷണമാണ്. ഒന്നിനും വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത, എല്ലാം കൈവിട്ടുപോയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. അരുതാത്ത ബന്ധങ്ങളും അധാർമികമായ പ്രവൃത്തികളും ജീവിത ശൈലിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ തലമുറയുടെ ചെയ്തികൾ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ പറയും, തെറ്റിദ്ധരിക്കരുത്, സങ്കടത്തോടെയാണെങ്കിലും ഞാൻ പറയും, ആധുനിക കാലത്തെ യുവലോകത്തിന്റെ ചെയ്തികളെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്താൽ നമ്മൾ സൊദോമിനെയും ഗോമോറയെയും തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആധുനിക സമൂഹം എന്ന് ഞാൻ പറയും. അത്തരത്തിൽ അധപ്പതിച്ചു പോയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കുടുംബത്തിലേക്കൊന്ന് നോക്കാം. ആ പെൺകുട്ടിയെ എലിയാസാർ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എലിയാസാർ ആ പെൺകുട്ടിക്ക് ചില ഗിഫ്റ്റുകൾ കൊടുത്തു. അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു പൊൻമൂക്കുത്തിയും 2 പൊൻവളയും സമ്മാനിക്കും. അവൾ എന്താ ചെയ്തതെന്നറിയാമോ? പെൺകുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവൾക്ക് ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ ഒരു പൊൻമൂക്കുത്തിയും 2 പൊൻവളയും സമ്പാദിക്കുമ്പോൾ അവൾ അതുമായി നേരെ തന്റെ അമ്മയുടെ കൂടാരത്തിലേക്ക് ഓടുകയാണ്. നേരെ പോകുന്നത് അവരുടെ അമ്മയുടെ അടുക്കലേക്കാണ്. അവൾ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നെ കേൾക്കുന്ന പെൺകുഞ്ഞുങ്ങളെ, മാതാക്കളെ, ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണ്ടേ. പെൺമക്കൾക്ക് ആശ്രയിക്കാവുന്ന സുരക്ഷിത സ്ഥാനമാണ് അമ്മ എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും സാധന സാമഗ്രികളോ ആരോടുമെങ്കിലും ബന്ധങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരമ്മ എന്ന നിലയിൽ അന്വേഷിക്കണം, ഇത് എവിടെ നിന്നാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കോളാണ് അല്ലേ നമ്മൾ കാണുന്നത്. അന്ന് പൊന്മൂക്കുത്തിക്ക് പകരം സ്മാർട്ട് ഫോണും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പൊ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോഴത്തെ മോഡേൺ മമ്മിമാര് പറയുന്നത് ആ ഒരു ഫോൺ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. ആര് കൊടുത്തെന്നോ എന്ത് കൊടുത്തെന്നോ എവിടുന്ന് കൊടുത്തെന്നോ അന്വേഷിക്കാത്ത ഒരു ലോകത്ത് ഇതാ ഈ കുഞ്ഞ് നേരെ അവിടെ അമ്മയുടെ അടുത്തിലേക്ക് പോവുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവളുടെ അമ്മ അറിഞ്ഞിരിക്കുകയും അവർ തമ്മിൽ ശരിയായ ആശയവിനിമയം ഉണ്ടായിരിക്കുകയും വേണം. 2 പെൺമക്കളുടെ മാതാപിതാക്കളാണ് ഞങ്ങൾ. ഞാൻ എപ്പോഴും അഭിമാനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മക്കളും
അവരുടെ അമ്മയും, അതായത് എന്റെ ഭാര്യയും തമ്മിൽ കൂട്ടുകാരെ പോലെയാണ്. അവർ മൂന്നുപേരും അറിയാത്ത ഒരു കാര്യവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആധുനിക കാലത്തെ അമ്മമാർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വേണ്ടത്ര കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ എന്നതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടപെടുന്ന ആളുകൾ, അവരെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം. അത് തുറന്നു പറയാൻ കഴിയുന്ന അമ്മമാരുണ്ടാവണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ മാത്രമേ ദൈവിക കുടുംബങ്ങളായി വരികയുള്ളൂ എന്ന കാര്യം ഓർക്കണം. മാത്രമല്ല, ആ വീട്ടിലൊരു സഹോദരനുണ്ട്. ആ സഹോദരനെ കുറിച്ച് അടുത്ത വാചകം പറയുന്നത്, ഈ വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ ആ സഹോദരൻ ഒറ്റ ഓട്ടമാണ് ലാബാൻ ഇതാരാണ് കൊടുത്തത് എന്നറിയാൻ. അവന്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്ന, പരസ്പരം അറിയുന്ന ഒരു കുടുംബമായിരുന്നു അവരുടെ കുടുംബം നമുക്കറിയാം. അതിലേറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഇതെല്ലാം പറഞ്ഞ് എലിയാസാർ വീട്ടിൽ ചെന്ന് വിവാഹാലോചനയൊക്കെ നടത്തുമ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പൻ എലിയാസാറിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാന് ബാലയെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ, അവളുടെ അഭിപ്രായം കൂടെ അറിയട്ടെ എന്ന്. പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അറിവില്ലാത്തവർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പഴയ നിയമകാലം എന്ന് പറയുന്നതെല്ലാം പുരുഷ മേധാവിത്വത്തിന്റെ കാലമായിരുന്നു, സ്ത്രീകൾക്കൊന്നും യാതൊരു അവകാശവും ഇല്ലായിരുന്നു എന്ന് വീമ്പടിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഴയ നിയമം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയും, ഈ വേദവസ്തു ഒരു പ്രാവശ്യമൊന്നും ഈ ഭാഗം ഒന്ന് വായിച്ചായിരുന്നെങ്കിൽ മനസ്സിലായേനെ. ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് അന്നത്തെ കാലത്ത് ആ പെൺകുട്ടിയോട് അഭിപ്രായം ചോദിക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മളിവിടെ കാണുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് കൊടുത്ത ഒരു കുടുംബമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇന്നും മാതാപിതാക്കളും മക്കളും തമ്മിൽ വിശദമായ സംസാരമുണ്ടാവണം. കാര്യങ്ങൾ വ്യക്തമായി അന്യോന്യം പറയാനായിട്ട് കഴിയണം. അങ്ങനെ അവളുടെ വിവാഹം നടക്കുകയാണ്. അവൾ അങ്ങനെ ഇസഹാക്കിനോടൊപ്പം ഇസഹാക്കിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ആ അധ്യായം അവസാനിക്കുന്നത് അതിമനോഹരമായ ഒരു പ്രയോഗത്തോടെയാണ്. അവൾ അങ്ങനെ ഇസഹാക്കിന് ഭാര്യയായി. അടുത്ത വാചകം 24-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു എന്നാണ്. ഒരു പെൺകുട്ടി ഭർതൃഭവനത്തിലെത്തിയാൽ എന്ത് സംഭവിക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും മഹത്തരമായ ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനെ ഇങ്ങനെയാണ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവളുടെ സാന്നിധ്യം ആ കുടുംബത്തിന്റെ ദുഃഖങ്ങളെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൾ ചെന്നതോടെ ആ വീട് സ്വർഗമായി മാറുകയാണ്. പ്രിയപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ, നിങ്ങളെ വിവാഹം കഴിച്ചയക്കുന്ന വീടുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം വിശുദ്ധ വേദോത്സവം പറയുന്നു: നിങ്ങൾ ചെല്ലുന്ന വീട് സ്വർഗമാക്കാൻ കഴിയണം. ഇന്ന് പല വീടുകളും നരകങ്ങളായി മാറുന്നതിന്റെ കാരണം നമുക്കൊക്കെ അറിയാമല്ലോ. ആ സ്ത്രീ അവിടെ ചെന്ന് ഏറ്റവും അനുഗ്രഹകരമായി ആ കുടുംബത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ വീട്ടിലെ സകല ദുഃഖങ്ങളും മാറുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ആ വീട് മാറുകയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു യുവാവിന്റെ അല്ലെങ്കിൽ യുവതിയുടെ ജീവിതത്തിന്റെ വിവാഹ ആലോചന മുതൽ അവളുടെ വിവാഹം വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് നാം ഇതിൽ നിന്നൊക്കെ എത്രയോ ദൂരെ മാറിപ്പോയി. അതിന്റെ തിക്തനുഭവങ്ങൾ നമ്മുടെ സഭകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളും നരകങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്ന ലോക സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ കുടുംബത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതിന്റെ കാരണങ്ങൾ മനസ്സിലാകും. ഞാനതുകൊണ്ട് നിങ്ങളെ എന്റെ പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗമായി ഇസഹാക്ക് കുടുംബത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ രണ്ടാം ഭാഗം ഇരുൾ നിറഞ്ഞ കഥകളുടെ കാലമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ സ്വർഗം പോലെ ജീവിച്ച ഒരു കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട മൂല്യങ്ങൾ കാണിച്ചു തന്ന ഒരു കുടുംബം, അവരുടെ ജീവിതത്തിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഇരുൾ നിറഞ്ഞതായി പോയി നമുക്ക് കാണാം. നമ്മൾ അങ്ങോട്ട് കുടുംബത്തിലോട് ശ്രദ്ധിക്കുക. ആ കുടുംബത്തിൽ ഏതാണ്ട് 20 വർഷക്കാലം ഈ റിബേക്ക ഇസഹാക്ക് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. 20 വർഷത്തെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം തമ്പുരാൻ അവർക്ക് 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നൽകുകയാണ്. ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് ആ വീട്ടിൽ. ഇരട്ട കുഞ്ഞുങ്ങൾ എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹമാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, 2 ഇരട്ട കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളാണ്. ഈ ഇരട്ടകളായതുകൊണ്ട് അവരെ വളർത്തിയതിന്റെ സന്തോഷം അനുഭവിച്ച മാതാപിതാക്കളാണ് ഞങ്ങൾ. അങ്ങനെ ഒരു ഇരട്ട കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ ഈ ഭവനത്തിലേക്ക് കൊടുക്കുകയാണ്.
എന്നാൽ ആ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുണ്ടായ ചില കാര്യങ്ങൾ ആധുനിക കാലത്ത് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അവിടെ ആദ്യം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാർഷ്യാലിറ്റി എമംഗ് ചിൽഡ്രൻ, മക്കളുടെ ഇടയിൽ പക്ഷാഭേദം കാണിച്ച മാതാപിതാക്കളാണ്. ഒന്നാം ഭാഗം സ്വർഗം പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നെങ്കിൽ രണ്ടാം ഭാഗം നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇരട്ട മക്കളായ ഒരുമിച്ച് ജനിച്ച ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മാതാപിതാക്കൾ പക്ഷാഭേദം കാണിച്ചതാണ്. പാർഷ്യാലിറ്റി എമംഗ് ചിൽഡ്രൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മിസ്പ്ലേസ്ഡ് അഫെക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. 25-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഒരു വീട്ടിൽ ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങൾ, ആ ഇരട്ട കുഞ്ഞുങ്ങളുടെ ഇടയിൽ മാതാപിതാക്കൾ കാണിച്ച പക്ഷാഭേദമാണ്. അപ്പൻ മൂത്തവനായ ഏശാവിനെ സ്നേഹിച്ചു, അമ്മ ഇളയവനായ യാക്കോബിനെ സ്നേഹിച്ചു. ആ കുടുംബത്തിലെ ആദ്യത്തെ പ്രശ്നം മാതാപിതാക്കളുടെ ഇടയിൽ പക്ഷാഭേദം കാണിച്ച, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പക്ഷാഭേദം കാണിച്ച മാതാപിതാക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ ഇരട്ട മക്കൾ ദൈവം നൽകിയ ഇരട്ടി അനുഗ്രഹമാണെന്ന്. എന്നാൽ ആ മക്കളോട് മാതാപിതാക്കൾ കാണിച്ച പക്ഷപാതപരമായ സ്നേഹം ആ കുടുംബാന്തരീക്ഷത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അത് മക്കൾ തമ്മിലുള്ള ബന്ധത്തെയും വളരെ കാര്യമായി ബാധിച്ചു. ഇന്നും എത്രയോ കുടുംബങ്ങളിലെ യാഥാർത്ഥ്യങ്ങളാണിത്. മക്കളോട് മാതാപിതാക്കൾ കാണിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകൾ കാരണം എത്രയോ കുടുംബങ്ങളാണ് നരകങ്ങളായി മാറിപ്പോയത്. ആണിന്റെ സമ്പാദ്യം മുഴുവൻ, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ സമ്പാദ്യം മുഴുവൻ ആണിന് വേണ്ടി കൊടുക്കാനുള്ളതാണെന്നും പെണ്ണിനെ എന്തെങ്കിലും കൊടുത്തങ്ങ് ഒഴിവാക്കി വിടുക എന്നൊരു സംവിധാനത്തിലാണ് കേരള സമൂഹം. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇതാണ്. അതായത് സമ്പാദ്യം മുഴുവൻ ആണിനുള്ളതാണ്, പെണ്ണിനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് ഒഴിവാക്കി വിടുക. ഇത് നമ്മുടെ സമൂഹത്തിനൊരു ശാപമല്ലേ? ഇത് മാറ്റാൻ ആൺകുട്ടികളുള്ളവർ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലെ ആദ്യത്തെ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയാണ്. ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പറയും സ്ത്രീധനം എന്ന മഹാശാപം നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയനെ. പക്ഷെ അത് കാണാത്തത് കൊണ്ടാണ് ആ ശാപം ഇന്ന് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ലല്ലോ, ചില മാതാപിതാക്കൾക്ക് ചില മക്കളോട് സ്നേഹ കൂടുതലും ചില മക്കളോട് സ്നേഹക്കുറവും കാണിക്കുന്ന മാതാപിതാക്കൾ. വേറെ ചില വീടുകളുണ്ട്, മാതാപിതാക്കൾ മക്കളോട് യാതൊരു സ്നേഹവും കാണിക്കാത്ത മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സംഭവിച്ച പ്രശ്നം എന്താണ്? ഇത്തരത്തിലുള്ള പക്ഷപാതപരമായ ഇടപാടുകളാണ്. ഒരാളോട് സ്നേഹം കൂടുതലും വേറൊരാളോട് സ്നേഹക്കുറവും, ആണിനോടൊരു സ്നേഹക്കൂടുതലും പെണ്ണിനോടൊരു സ്നേഹക്കുറവും, അല്ലെങ്കിൽ തമ്മിൽ ഒരു സ്നേഹക്കുറവും കൂടുതലും. എന്തോ ഒരു അപകടകരമായ അവസ്ഥയാണ്. ആ സ്വർഗം പോലെയുള്ള കുടുംബം നരകമായി തീർന്നതിന്റെ ആദ്യത്തെ കാരണം മക്കളുടെ ഇടയിൽ കാണിച്ച പക്ഷപാതപരമായ പെരുമാറ്റങ്ങളാണ്. രണ്ടാമത് ആ കുടുംബത്തിൽ സംഭവിച്ച കുഴപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ബഹുമാനക്കുറവാണ്, ലോസ് ഓഫ് റെസ്പെക്ട്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കുടുംബത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, റിബേക്കയ്ക്ക് ഇസഹാക്കിനോടുള്ള ബഹുമാനം കുറഞ്ഞു. അതെങ്ങനെ മനസ്സിലായി? 27-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാം, ഇസഹാക്ക് വൃദ്ധനായി, അവന്റെ കണ്ണ് കാണാൻ വഹിയാത്തവണ്ണം മങ്ങി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഇൻകപ്പാസിറ്റേറ്റഡ് ആയി പോയ ഇസഹാക്ക്, കണ്ണ് കാണാൻ വയ്യാതെ വൃദ്ധനായി പോയ, മൊബിലിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. ഇസഹാക്കിന്റെ ആ ബലഹീനതയെ റിബേക്ക വല്ലാതെ ചൂഷണം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പ്രശ്നം കാലം കഴിയുന്തോറും സംഭവിക്കുന്ന ബഹുമാനക്കുറവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് പഠിച്ചാൽ, ഞാൻ എപ്പോഴും പറയും, കാലം കഴിയുന്തോറും ബഹുമാനവും സ്നേഹവും കൂടേണ്ടതാണ്. എന്നാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കാലം കഴിയുന്തോറും ചില വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി സ്നേഹിച്ചാൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷെ ഇവിടെ ഇസഹാക്കിനോടുള്ള ബഹുമാനം റിബേക്കയ്ക്ക് കുറയാണ്. ഞാനത് പറയാം. അതിനു മുമ്പ്
ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിത ഗന്ധത്തിന് മാറ്റം ഉണ്ടാവും. ഈ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ നമ്മളൊന്ന് നോക്കാമെങ്കിൽ, ഒന്ന് അനലൈസ് ചെയ്യാമെങ്കിൽ, ഈ ജീവിത ബന്ധത്തിൽ ഉണ്ടാകുന്ന ജീവിത ഗന്ധത്തിന്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനെ ബെഡ്റൂം സ്മെൽസ് എന്നാ പറയുന്നത്. അതിനെ നമ്മള് വിവാഹമൊക്കെ കഴിഞ്ഞ്, ഇവിടെ വിവാഹിതരായ എല്ലാ ആളുകളോടും ഞാൻ പറയാണ്, വിവാഹിതമൊക്കെ കഴിഞ്ഞ് 3 വർഷത്തേക്ക്, ആദ്യത്തെ ഒരു 3 വർഷത്തേക്ക് നമ്മുടെ ബെഡ്റൂമിന്റെ മണം ഫ്ലവേഴ്സിന്റെ, പെർഫ്യൂമിന്റെ, ചോക്ലേറ്റ്സിന്റെ, ഫ്രൂട്ട്സിന്റെ ഒക്കെ മണമാണെന്നാണ്. ആദ്യത്തെ 3 വർഷം ബെഡ്റൂമിന്റെ മണമെന്ന് പറയുന്നത് പെർഫ്യൂം, പൂക്കള്, ഫ്രൂട്ട്സ്, ചോക്ലേറ്റ് ഒക്കെയാണ്. ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബെഡ്റൂം സ്മെല്ല് മാറും. അന്നേരം പിന്നെ ബേബി പൗഡർ, ജോൺസൺസ് ക്രീം, ലോഷൻ, ബേബി ഓയിലൊക്കെയാണ്. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് പൂവും പെർഫ്യൂമും ഒക്കെ പോയി. ഇപ്പൊ ബേബി ഓയിലും ബേബി സോപ്പും ഒക്കെയാണ് മണം. ഒരു 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബെഡ്റൂമിന്റെ മണം മാറും. അവിടെ പിന്നെ ചായ, കാപ്പി, കപ്പലണ്ടി ഇതിന്റെയൊക്കെ മണമാണ്. ഒരു 30 വർഷം കഴിയുമ്പോൾ ബെഡ്റൂമിന്റെ മണം പിന്നെയും മാറും. അന്നേരം പിന്നെ ടൈഗർ ബാമും ആക്സ് ഓയിലും വിക്സും ഒക്കെയാണ്. തിരുമേനി എന്നെ നോക്കുന്നു, വർഷം എത്രയെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നത്. പക്ഷെ 40 വർഷം കഴിഞ്ഞാൽ പിന്നെ മുറിവെണ്ണ, ധന്വന്തരി കുഴമ്പ് ഇതിന്റെയൊക്കെ മണമാണ്. ഇത് സ്വാഭാവികമാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഒക്കെ പ്രത്യേകത സ്വാഭാവികമാണ്. പക്ഷെ നമ്മളിൽ പലർക്കും പറ്റിയേക്കുന്ന കുഴപ്പം, ആദ്യത്തെ 3 വർഷത്തിൽ പെർഫ്യൂമിന്റെയും പൂവിന്റെയും മണം 40-ാം വർഷത്തിൽ ഇല്ല എന്ന കാരണം പറഞ്ഞ് ബഹുമാനം കുറയാൻ പാടില്ല. ഇത് ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാച്ചുറലായി സംഭവിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ പറ്റിയ എന്താണ്? അവിടെ ബഹുമാനം കുറഞ്ഞു. ബഹുമാനം കുറഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലായി? പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ അല്പം അലസനായ മനുഷ്യനായിരുന്നു ഇസ്ഹാക്ക്, നമുക്കറിയാമല്ലോ. അദ്ദേഹം ഒരു അരുമയായിരുന്നല്ലോ. 25 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയത് കൊണ്ട് അവൻ അങ്ങ് അമ്മയുടെ സാരി കീഴിൽ നടന്ന ഒരാളാണ്. അതുകൊണ്ട് ഇച്ചിരി ഒതുങ്ങിയ ഒരാളാണ്. ഈ ആറ്റുനോറ്റിരുന്ന കൺമണി ആയതുകൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ വല്ലാത്ത കരുതൽ ലഭിച്ചു പോയ ആളാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? അദ്ദേഹം അതിന്റെ കൂടെ വൃദ്ധനുമായി കണ്ണും കാണാതെ വന്നു. അപ്പോഴത്തേക്ക് റിബേക്ക കുടുംബത്തിൽ കൂടുതൽ ശക്തിയായി. ആർക്കായിരിക്കണം കുടുംബത്തിന് നേതൃത്വം? വലിയൊരു വിഷയമാണ്. ഞാൻ അതിന്റെ പക്ഷം പിടിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ചും കൺവെൻഷൻ ആയതുകൊണ്ടും ഇനി 2 സെഷൻ കൂടെ ഉള്ളതുകൊണ്ടും ഞാനിപ്പോൾ ഒരു പക്ഷം പിടിക്കാൻ പോകുന്നില്ല ആ ഭാഗത്തേക്ക്. എന്നാൽ പഴയ നിയമമൊക്കെ വായിച്ചു നോക്കുമ്പോൾ പുരുഷനാണ് ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയാണ്, യേശുവിന്റെ കാലത്തും അങ്ങനെയായിരുന്നു, സ്ലീഹന്മാരുടെ കാലത്തും അങ്ങനെയായിരുന്നു, നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ഈ മനുഷ്യനെ നോക്കുക, മൊബിലിറ്റി നഷ്ടപ്പെട്ടു പോയ, കാഴ്ച കുറഞ്ഞു പോയ വൃദ്ധനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ കാരണം എന്നറിയോ? അദ്ദേഹം തന്റെ മൂത്ത മകൻ ഏശാവിനെ വിളിച്ചിട്ട് പറയാണ്, നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായി വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന്, അടുത്ത വാചകം ശ്രദ്ധിച്ചോണേ, എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഈ വാചകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തായി ഇഷ്ടമുള്ള ഭോജനം കിട്ടുന്നില്ല. പ്രായമായതുകൊണ്ടും മൊബിലിറ്റി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടും കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആ കുടുംബം പോവാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, നീ പോയി വേട്ട തേടി എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി, രുചികരമായ ഭോജനം ഉണ്ടാക്കി തന്ന് ഞാനങ്ങ് മരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ പറയാം. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ വളരെ നിസ്സാരമായ ഒരാഗ്രഹമായ, ഇഷ്ടമുള്ള രുചികരമായ ഭക്ഷണം പോലും കിട്ടാനില്ലാതെ താൻ ഉപേക്ഷിക്കപ്പെടുന്നു എന്ന തോന്നൽ, അതുകൊണ്ട് മരണം പോലും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. ബഹുമാനം നഷ്ടപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ ഇനി മരണമാണ് നല്ലതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൃഹനാഥൻ, മരിക്കും മുമ്പ് തനിക്ക് ഇഷ്ടമുള്ള ഒരാഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഇന്ന് വാസ്തവത്തിൽ അർഹമായ പരിഗണന കിട്ടാതെ, കരുതൽ കിട്ടാതെ, നിസ്സാരമായ ആഗ്രഹങ്ങൾ പോലും സാധിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് പല ഭവനങ്ങളിലും കാണാം. ഞാൻ പിതാക്കന്മാരെ മാത്രമല്ല ഉദ്ദേശിച്ചത്, പല അമ്മമാരുടെ അവസ്ഥ ഇതാണ്. പലയിടങ്ങളിലും 2 പേരുടെയും അവസ്ഥ ഇതാണ്. മരണം പോലും കൊതിക്കുന്ന ഒരു മനുഷ്യനെ നാം ഇസഹാക്കിൽ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ദുഃഖിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് ഓർക്കണം.
സ്വർഗം പോലെ ജീവിച്ച ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇഷ്ടമുള്ള ഒരു നേരത്തെ ആഹാരം കഴിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പന്മാര്, ഇഷ്ടമുള്ള ഒരു നേരത്തെ ആഗ്രഹം കഴിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാര്, ഒരുപക്ഷെ രണ്ടുപേരും മക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ബഹുമാനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഈ കുടുംബത്തിന്റെ മൂന്നാമത്തെ കാര്യം അറ്റുപോയ ആശയവിനിമയമാണ്, ഡിസ്റപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻസ്. പ്രിയപ്പെട്ടവരെ, ആധുനിക കാലത്ത് ഏറ്റവും ശക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഉൽപ്പത്തി 27:5 ഇസഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുന്നത് റിബേക്ക കേട്ടു എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ റിബേക്ക ഒളിച്ചു നിന്ന് കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ കുടുംബത്തിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയി. നേരെ ചൊവ്വയല്ലാത്ത ആശയവിനിമയം പല കുടുംബങ്ങളെയും ബാബേലിന്റെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് ഏറ്റവും ശരിയായ ആധുനിക കാലത്തെ ഒരു അനുഭവമാണ്. ഒരു വാചകം ഞാൻ പറയാം: ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എ സക്സസ്ഫുൾ ഫാമിലി എന്നാണ്. ശരിയായ ആശയവിനിമയമാണ് ഒരു കുടുംബത്തിന്റെ ജീവരക്തം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകൾ ചെറിയ വീടുകളായിരുന്നു. നമ്മുടെ വീടുകൾ അംഗങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഞാൻ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: 1-2 കിടപ്പുമുറികളും 8-10 ആളുകളുമുള്ള വീടുകളായിരുന്നു നമ്മുടെ വീടുകൾ. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു ചെറിയ മൂളൽ പോലും എല്ലാവർക്കും കേൾക്കാം. എല്ലാവരും തമ്മിൽ ആശയവിനിമയം. ഇന്നെന്ത് പറ്റി? ഇന്ന് 10-15 ബെഡ്റൂമുകളുള്ള വീടുകൾ. ആ വീട്ടിൽ ആകെപ്പാടെയുള്ളത് 2 മനുഷ്യർ, ആരോടൊരു ബന്ധമില്ല. വലിയ ഭീമാകാരൻ വീടുകളിൽ 1-2 വൃദ്ധ മനുഷ്യരായി പോയി നമ്മുടെ ഇന്നത്തെ വീടുകൾ. ആർക്കും ആരോടൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇനി മക്കളോട് ആ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, ഒരേ കൂരയ്ക്ക് കീഴിലാണ് പാർക്കുന്നത്. ആധുനിക കുടുംബത്തിന്റെ ചിത്രം അറിയാമല്ലോ. 4 പേരെ ഉള്ളെങ്കിലും 4 ഭൂഖണ്ഡങ്ങളിലാണ് 4 പേരും ജീവിക്കുന്നത്. ഇന്ന് ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുകയില്ല. പകരം എല്ലാവരും അവരവരുടെ ലോകത്തിലാണ്. എല്ലാവരുടെയും കയ്യിൽ ഓരോ സ്മാർട്ട് ഫോൺ ഉണ്ട്. എന്ത് അപകടകരമായ കാര്യമാണ്! ഇന്ന് ലോകത്തിലെ ഏത് വീട്ടിൽ ചെന്നാലും ഒരു മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാനില്ല. പള്ളിയിൽ ചെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാനില്ല. എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ഒരുമിച്ചുള്ള വീടിന്റെ പ്രത്യേകത എന്താണ്? അന്യോന്യം കമ്മ്യൂണിക്കേഷൻ ഉള്ള വീടാണ്. മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കുന്ന വീടാണ്. സഹോദരങ്ങൾ അന്യോന്യം സംസാരിക്കുന്ന വീടാണ്. ഭാര്യയും ഭർത്താവും അന്യോന്യം സംസാരിക്കുന്ന വീടുകളാണ്. പക്ഷെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്താണ്? ഏത് വീട്ടിൽ ചെന്നാലും മരണകരമായ മൗനമാണ്. ഒരൊറ്റ മനുഷ്യനും ആരോടും ഒന്നും മിണ്ടാനില്ല. അവിടെയായി ഇരിപ്പാണ് എല്ലാവരും. എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോൺ ഇരിപ്പുണ്ട്. എല്ലാവരും അത് നോക്കിയിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, സങ്കടകരമായ ഒരു കാര്യം, പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിൻ കമ്പാർട്ട്മെന്റിലോട്ട് കയറി ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ പെട്ടിയും സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി അടുത്തിരിക്കുന്ന ആളിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരോടും വർത്തമാനം പറയാണ്. ഇന്ന് 2 ദിവസം ട്രെയിനിൽ ഇരുന്നാലും ഒരൊറ്റ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ല. പകരം എല്ലാവരും ഫോണും നോക്കി വെച്ചങ്ങ് ഇരിപ്പാണ്. അവരവരുടെ ലോകത്തിലുള്ള ഇരിപ്പാണ്. ഇന്ന് നമ്മുടെ വീടുകളിലെ അവസ്ഥ എന്താണ്? എത്രയോ വീടുകളാണ് അപ്പന്റെ 2 സ്മാർട്ട് ഫോൺ, അമ്മയുടെ 2 മക്കളുടെ 3-4 വീതമാണ്. എല്ലാവരും അവരവരുടെ ലോകത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ലാത്ത വീടുകൾ. ഈ വീടിന്റെ ഗതികേട് നമ്മുടെ വീടുകൾക്കുണ്ട്. സ്വർഗം പോലെയുള്ളൊരു വീട് ഭർത്താവിന്റെ വർത്തമാനം ഒളിച്ചു കേൾക്കുന്ന ഭാര്യയിലേക്ക് എത്തുകയാണ്. 4, ഈ കുടുംബത്തിന്റെ അടുത്ത പ്രത്യേകത ചൂഷണം ചെയ്യപ്പെടുന്ന ബലഹീനതകളാണ്. ഈ മനുഷ്യൻ ആഹാരം വേണമെന്ന് കേൾക്കുമ്പോൾ റിബേക്ക യാക്കോബിനെ വിളിച്ചിട്ട് പറയാണ് 9-ാമത്തെ വാക്യത്തിൽ, നീ ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് നല്ല 2 കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം മുമ്പേ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭക്ഷണം കിട്ടാതായതാണല്ലോ ഏശാവിനെ വിളിച്ച് പറയാൻ കാരണം. ഇപ്പോൾ റിബേക്ക പറയാണ്, നീ ഒരു ആടിനെ പിടിച്ചോണ്ട് വന്നാൽ മതി, നിന്റെ അപ്പന് ഇഷ്ടവും രുചികരമായ ഭക്ഷണം ഞാൻ തരാമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അവക്കത് ചെയ്യാനും അറിയാം, പക്ഷെ ഈ നാളുകളിൽ കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ബലഹീനതകളെ ചൂഷണം ചെയ്യുകയാണ്. ഈ നാളുകളിൽ താൻ ചെയ്യാതിരുന്നൊരു കാര്യം തന്റെ മകൻ അനുഗ്രഹം സംഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് റിബേക്ക. ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ഭയങ്കരമാണ്! വേട്ടയിറച്ചി തിന്നാൻ കാത്തിരുന്ന കണ്ണു കാണാത്ത മനുഷ്യന്
നാടൻ ആടിനെ പിടിച്ച് കറി വെച്ച് ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഭക്ഷണത്തിലൂടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലേ? ഭക്ഷണ സാധനങ്ങളിൽ വിഷം കലർത്തി കുടുംബക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയ ഒരു സ്ത്രീയെ നമുക്കറിയാം. പേര് ഞാൻ പറയുന്നില്ല. സ്വന്തം കാമുകന് ജ്യൂസിൽ വിഷം കലർത്തി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരുന്ന കാമുകയെ നമുക്കറിയാം. ഈ വീടിന്റെ അവസ്ഥ നോക്കൂ. ആ അപ്പന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അടുത്തത് നമ്മൾ വായിക്കും, മനസ്സിലാകും. തലമുറകളിലേക്ക് പകരുന്ന ദുഷ്ടസ്വാധീനങ്ങളാണ്. ഈ അമ്മ ചെയ്യുന്ന കാര്യം ഭയങ്കര നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ജനറേഷൻ. തന്റെ ഇളയ മകനെ വിളിച്ചിട്ട് അമ്മ പറയുകയാണ്, മോനെ നീ പോയി ആടിനെ പിടിച്ചോണ്ട് വരാൻ മതി. ഈ ചെറുപ്പക്കാരൻ എങ്ങനെയുള്ള ആളായിരുന്നറിയാവോ? യാക്കോബിനെ നമ്മളെല്ലാം കുറ്റം പറയുമല്ലോ. യാക്കോബിനെ കുറിച്ച് അല്പം വായിച്ചാൽ മനസ്സിലാവും. 25-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നുവെന്ന്. വളരെ സാധുവായ, വീട്ടിനുള്ളിൽ അടങ്ങി ഒടുങ്ങി ജീവിച്ച ഒരു കൊച്ചനായിരുന്നു ഈ യാക്കോബ്. ഈ യാക്കോബിനെ ഇത്തരത്തിലാക്കിയതാരാന്നറിയോ? അവന്റെ അമ്മയാണ്. ഈ തലമുറയിലേക്ക് ദുഷ്ടസ്വാധീനം വെച്ച് നീട്ടിയത് ഈ അമ്മയാണ്. തന്റെ സ്വാധീനത്തിലായിരുന്ന അരുമ മകനിലേക്ക് ആ അമ്മ വന്യഭാവങ്ങളെ കുത്തിവെക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു വളർത്തു മൃഗത്തെ വന്യമൃഗമാക്കി മാറ്റാൻ പോവുകയാണ് റിബേക്ക എന്ന സ്ത്രീ. അപ്പൊ അതിന്റെ പ്രായോഗികതയിൽ സംശയം തോന്നിയ യാക്കോബ് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇത് കൊണ്ട് കൊടുത്താൽ അപ്പന് സംശയം തോന്നില്ലേ? അപ്പൊ അമ്മ പറയുന്ന മറുപടിയാണ്, എടാ നിന്റെ അപ്പന്റെ ഇഷ്ടവും രുചിയും എന്നെ പോലെ ആർക്കാണ് അറിയാവുന്നത്? അതുകൊണ്ട് അത് അറിയാത്ത പരുവത്തിൽ ഞാൻ തരാവുന്ന. ആരോടാണ്? ഇത്രയും കാലം കൂടെ ജീവിച്ച ഭർത്താവിനോടാണ്. അപ്പോൾ അവൻ അടുത്ത സംശയം ഉണ്ടായി. അമ്മേ, ജ്യേഷ്ഠനാണെങ്കിൽ ശരീരം മുഴുവൻ രോമമുള്ള ആളാണല്ലോ, എനിക്ക് അതില്ലല്ലോ അമ്മേ. അപ്പന് കണ്ണ് കാണത്തില്ലെങ്കിൽ എന്നെ തപ്പി നോക്കിയാൽ അറിയുമല്ലോ. അപ്പൊ അപ്പൻ എന്നെ ശപിക്കില്ലേ? ഉടനെ അമ്മ പറയാണ്, ഡോണ്ട് വറി മോനെ, ആ ശാപം മുഴുവൻ ഞാൻ ഏറ്റോളാവുന്ന. അടുത്ത തലമുറയിലേക്ക് കുത്തിവെക്കുന്ന ദുഷ്ടസ്വാധീനമാണ്. ആ അമ്മയുടെ മറുപടി എന്ത് ഭയങ്കരം നോക്കൂ. തീർന്നില്ലല്ലോ. അതിന് പകരമായി അമ്മ ചെയ്തത് എന്താണ്? ആടിനെ കൊന്ന് അതിന്റെ തോലെടുത്ത് ഇളയ മകന്റെ ശരീരത്ത് പുതപ്പിച്ച് ഫാൻസി ഡ്രസ്സ് കളിപ്പിക്കുകയാണ് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മകനെ കൊണ്ട്. എന്തൊരമ്മയാണിത്! കണ്ണു കാണാൻ വയ്യാത്ത തന്റെ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ തന്റെ ഇളയ മകനെ ഫാൻസി ഡ്രസ്സ് കളിപ്പിക്കുന്ന അമ്മ. എന്തോ ഒരു ദുഷ്ടസ്വാധീനങ്ങളാണ്. ഇറച്ചി കൊണ്ട് ചെന്നപ്പോ അപ്പൻ ചോദിക്കുന്നുണ്ട്, മോനെ ഇത്രയും പെട്ടെന്ന് എവിടുന്ന് കിട്ടിയടാ? അവന്റെ വാചകം അസഹിക്കാൻ വയ്യാത്തത്. അവൻ പറയാണ്, ദൈവം എന്റെ നേരെ വരുത്തി തന്ന ചതിയിലൂടെ സംഘടിപ്പിച്ചതുപോലും ദൈവത്തിന്റെ അനുഗ്രഹമായി വ്യാഖ്യാനിക്കാൻ ഈ മകനെ പഠിപ്പിച്ചത് ഈ അമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ പകരുന്ന സ്വാധീനങ്ങൾ ദുഷ്ടസ്വാധീനങ്ങളാണോ പ്രയോജനകരമായതാണോ എന്ന് ഓർക്കണം. അവരുടെ ജീവിതത്തിൽ മുഴുവൻ അതിന്റെ തിക്തനുഭവങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 ഭാഗങ്ങളിലായി ഇസഹാക്കിന്റെ കുടുംബത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആദ്യ ഭാഗത്ത് പറഞ്ഞത് സ്വർഗം പോലെ ജീവിച്ച ഒരു വീടിനെ കുറിച്ചാണ്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട വീടായിരുന്നു. ആ വീട് നരകമായി മാറുകയാണ്. എന്തുകൊണ്ട്? ആ വീട്ടിലെ അംഗങ്ങളുടെ പെരുമാറ്റം കൊണ്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. ആ നോക്കിച്ചാൽ അവസാനിക്കും. ഇപ്പോ ആ കുടുംബം എങ്ങനെയുണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അതിക്രൂരമായി ചതിക്കപ്പെട്ട മൂത്ത മകൻ അമ്മയെയും സഹോദരനെയും വെറുത്ത് വീട് വിട്ടു പോവുകയാണ്. ഇളയ മകൻ എന്തേ? അവൻ മൂത്തവനെ പേടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് അവൻ അമ്മ വീട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്. 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. മൂത്തവൻ എന്തേ? അവൻ മല കയറിപ്പോയി. ഇളയ മകൻ എന്തേ? ദൂരദേശത്ത് പ്രവാസിയായി പോയി. വൃദ്ധനായ, അന്ധനായ, ശയ്യാവലംബിയായ ഇസഹാക്ക് എന്തേ? ആ വീടിന്റെ മൂലയിൽ എവിടെയോ കിടപ്പുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, ഇനി ഈ റിബേക്ക എന്തുകൊണ്ട് കൊടുത്താലും ഈ ഇസഹാക്ക് ധൈര്യത്തോടെ വാങ്ങിക്കഴിക്കുമോ? ഇല്ല. അവരുടെ ബന്ധത്തിൽ മുഴുവൻ സംശയങ്ങളാണ്. ഇപ്പോൾ റിബേക്ക എന്തി? അവൾ അടുക്കളയിൽ, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു സ്റ്റൂളിന്റെ മണ്ടയിൽ ഇരിപ്പുണ്ട്. സ്വർഗം പോലെ ഇരുന്ന വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായോ? 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ മല കയറിപ്പോയി, ഒരുത്തൻ പ്രവാസിയായി പോയി. ഭർത്താവ് ആരെയും വിശ്വസിക്കാതെ ഒരു വീടിന്റെ മൂലയിൽ ഇരിപ്പുണ്ട്. ഈ സ്ത്രീ ആർക്കും വേണ്ടാത്തവളായി അടുക്കളയുടെ മൂലയിൽ ഇരിക്കുകയാണ്.
അതുകൊണ്ടാണല്ലോ നമ്മൾ കേട്ടില്ലേ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഞാൻ ഒരിക്കൽ ഡാർജിലിംഗ് കാണാൻ പോയപ്പോൾ ഡാർജിലിംഗിന്റെ ഹെയർ പിൻ ബെൻഡുകൾ തുടങ്ങുന്നിടത്ത് ഒരു കൊച്ചു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. റോഡ് സൈനാണ്. റോഡ് സൈഡിന്റെ വാചകം എഴുതി, ഗോ ഹോം ഇൻ പീസ്, PEACE, ഗോ ഹോം ഇൻ പീസ് ദാൻ ഇൻ പീസസ്, PIECES. വീട്ടിലേക്ക് പോകാൻ സമാധാനത്തോടെ, കഷണങ്ങളാകാതെ. അവിടെ സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പോക്കാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗോ ഹോം ഇൻ പീസ് ദാൻ ഇൻ പീസസ്. ഇന്ന് ഈ പന്തലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഗോ ഹോം ഇൻ പീസ് ദാൻ പീസസ്. സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോകാം, തകർന്ന് തരിപ്പണമാകാതെ. ദൈവം നമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഉച്ച കഴിഞ്ഞുള്ള യോഗത്തിൽ കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ശ്രവിച്ച ദൈവവചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും സമൂഹത്തിലുമൊക്കെ ക്രിയ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ഇപ്പോൾ മിഷൻ ഡയറക്ടർ റവറൻ VJ ജോൺസൺ അച്ഛൻ മുമ്പോട്ട് വന്ന് കേട്ട വചനങ്ങൾക്കായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കരുതി തക്കതായി തുണ നൽകി സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാക്കി കുടുംബത്തെ സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് ഓരോ ചരിത്രമുണ്ട്. അത് കർത്താവിൽ ആരംഭിച്ചതാണ്. എങ്കിലും കർത്താവേ, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ ജീവിതത്തിലെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ ഇന്ന് അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾ ശ്രവിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ വിശുദ്ധിയും വിശ്വസ്തതയും കർത്താവെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയും നീ ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്ന് ഞങ്ങൾ ഉണർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച അതുല്യമായ ദൈവവചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസൻ അതിനായി ശക്തീകരിച്ചതിനായി സ്തുതിക്കുന്നു. കുടുംബമായ ദിവസങ്ങളിൽ മുട്ടുമടക്കി കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് അങ്ങയുടെ ദൗത്യ പൂർത്തീകരണത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളുടെ മഹാടവിലെ ഓരോ കുടുംബങ്ങളെയും ഈ നാളുകളിൽ കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.